ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ശ്രീ ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ പഠിച്ചു വരുന്നു. ഇപ്പോൾ എത്ര ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു? 5 കഴിഞ്ഞല്ലേ? 5 കഴിഞ്ഞു, ഇനി 6. ഓക്കെ. ഏതൊക്കെ ശ്ലോകങ്ങളാണെന്ന് പറയൂ. 9:27, 9:27, 3:13, 3:9, 3:21, 6:17. 4:17. 6:17 പ്രഭു. ഓക്കെ, 6:17. ഓക്കെ, യെസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്ന് 30. ഓക്കെ, 3:30. അവക്കല്ലേ അവളെ മാപ്പിളക്ക് ദേഷ്യവും എന്തെന്ന് പറഞ്ഞു. 3:30 എടുത്തോ? ഇല്ല പ്രഭു. അല്ല, 3:30 പുസ്തകം എടുത്തോ? സന്യാസാത്മചേതസ നിരാശീർ നിർമ്മമോ ഭുക്ത യുദ്ധസ്സ വിഗതജ്വരഃ. അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 30. മയി സർവാണി കർമാണി സന്യാസാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. മയി സർവാണി കർമാണി സന്യാസ്യാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. മയി സർവാണി കർമാണി സന്യാസ്യാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വരഃ. ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 30. മയി സർവാണി കർമാണി സന്യാസാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭുക്ത യുദ്ധസ്വ വിഗതജ്വരഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വസുദേവായ. മയി സർവാണി കർമാണി സന്യസാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. മയി സർവാണി കർമാണി സന്യാസ്യാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മയി സർവാണി കർമാണി സന്യാസാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മയി സർവാണി കർമാണി സന്യാസാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വരഃ. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വായിക്കൂ. മയി സർവാണി കർമാണി സന്യാസാധ്യാത്മചേതസാ
നിരാശീർനിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. മയി സർവാണി കർമാണി സന്യസ്യാദ്യാത്മചേതസ നിരാശിർനിർമ്മമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശിർനിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർനിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശിർനിർമ്മമോ ഭൂത്വാ യുധ്യസ വിഗതജ്വര. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ ആരെങ്കിലും. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അതുകൊണ്ട് അല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ. ഭാവാർത്ഥം വായിക്കണോ പ്രഭു? വായിക്കൂ. ഭാവാർത്ഥം. ഭഗവത്ഗീതയുടെ ഉദ്ദേശം ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. തന്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഒരാൾ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഇരിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നു. പട്ടാളച്ചിട്ടയിൽ എന്ന പോലെ ഇങ്ങനെ ഒരു നിബന്ധന അനുസരിക്കാൻ പ്രയാസമുണ്ട്. എന്നിരിക്കലും കൃഷ്ണനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ചുമതലകൾ നിറവേറ്റിയേ തീരൂ. ജീവാത്മാവിന്റെ മൂലസ്വരൂപമാണ് ഈ ആശ്രിതത്വം. ഭഗവാന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുക എന്നത് തന്റെ മൂലസ്വരൂപമാണെന്നിരിക്കെ ജീവാത്മാവിന് പരമപുരുഷനുമായുള്ള സഹകരണം വിട്ട് സ്വതന്ത്രനായി നിന്നിട്ട് ഒരിക്കലും സന്തോഷിക്കാനാവില്ല. അതുകൊണ്ട് ഒരു സൈന്യാധിപൻ എന്ന പോലെ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്കുകയാണ്. ഭഗവത് പ്രീതിക്കായി ഒരാൾ എല്ലാം ത്യജിക്കണം. അതേസമയം ഉടമസ്ഥാവകാശം ഉന്നയിക്കാതെ തനിക്ക് വിധിച്ച കർമ്മങ്ങൾ നിറവേറ്റുകയും വേണം. കൃഷ്ണന്റെ കൽപ്പന അർജുനൻ പരിഗണിക്കുകയല്ല, മറിച്ച് അനുസരിക്കുകയാണ് വേണ്ടത്. എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവത്രേ ഭഗവാൻ. സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ പൂർണ്ണമായും പരമാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾ അഥവാ കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ ആധ്യാത്മ ചേതസ് എന്നറിയപ്പെടുന്നു. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ ഗുരുവിന്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നിരാശിസ്. ഒരു കാഷ്യർ തന്റെ യജമാനു വേണ്ടി ലക്ഷക്കണക്കിന് നാണയങ്ങൾ എണ്ണുന്നു. എങ്കിലും ഒരു ചില്ലി പോലും തന്റേതെന്ന് അവകാശപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ളതൊന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, എല്ലാം ഭഗവാന്റേത് മാത്രമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. മയി, എന്നിൽ എന്ന് കൃഷ്ണൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അങ്ങനെ കൃഷ്ണാബോധത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരാൾ യാതൊരു വസ്തുവിലും അവകാശവാദം ഉന്നയിക്കുകയില്ല തന്നെ. ഈ മനോഭാവത്തെ നിർമ്മമ, അതായത് എന്റേതെന്ന വിചാരമില്ലായ്മ എന്ന് പറയപ്പെടുന്നു. ബന്ധുക്കൾ അഥവാ ചാർച്ചക്കാർ എന്ന് വിളിക്കപ്പെടുന്നവരുമായുള്ള ശാരീരിക ബന്ധം കണക്കിലെടുത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ഈ ആജ്ഞ നിറവേറ്റാൻ വൈമുഖ്യമുണ്ടെങ്കിൽ ആ വിമുഖതയെ വലിച്ചെറിയുക തന്നെ വേണം. അങ്ങനെ ഒരാൾക്ക് വിഗതജ്വരനാവാം. മാനസികമായ ജ്വരമോ മാന്ദ്യമോ ബാധിക്കാതെ കഴിയാം. ഓരോരുത്തർക്കും തന്റെ സ്വഭാവത്തിനും സ്ഥിതിക്കും അനുയോജ്യമായി ഏതെങ്കിലും ഒരു പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ആ കർത്തവ്യങ്ങളെല്ലാം കൃഷ്ണാബോധത്തോടെ നിറവേറ്റിയാൽ അതുകൊണ്ട് തന്നെ മുക്തിമാർഗം പ്രാപിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ നല്ല ശ്ലോകമാണ്. ഇവിടെ പറയുന്നു, വീണ്ടും നമ്മൾ പറയുന്ന ടോപ്പിക് എന്താണ്? ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുക എന്നുള്ളത്. എല്ലാം ചെയ്യുന്ന എല്ലാ ജോലിയും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ശരണം പ്രാപിച്ചുകൊണ്ട് ചെയ്യുക, അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക, ഇതാണ് പറയുന്നത്. ഭഗവാനെ ആശ്രയിക്കാൻ അദ്ദേഹം പറയുന്നു. ഇതേപോലെ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു, യത് കരോഷി യത് അശ്നാസി, അവിടെയും ഭഗവാൻ പറയുന്നു എനിക്ക് വേണ്ടി ചെയ്യൂ എന്നുള്ളത്.
ഇവിടെയും അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്, എന്നാൽ വേറെ രീതിയിൽ. കാര്യം ഇവിടെ വേറെ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ശ്ലോകം എടുക്കാൻ കാര്യം. മാത്രമല്ല, നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാം ഭഗവാന് സമർപ്പിച്ച് ചെയ്യുമ്പോൾ, ഭഗവാന്റെ സന്തോഷത്തിന് ചെയ്യുമ്പോൾ നമുക്കെന്ത് സന്തോഷമാണോ ഉള്ളത്? അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഭഗവാനൊക്കെ ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്നു, ഭഗവാന് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് സമർപ്പിക്കൂ, എന്നെ ശരണം പ്രാപിക്കൂ, എന്നെ ആശ്രയിക്കൂ, ഒന്നും ആഗ്രഹിക്കാതിരിക്കൂ, ഭൗതികമായിട്ടുള്ളൊന്നും ആഗ്രഹിക്കാതിരിക്കൂ. അതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഉടമസ്ഥാവകാശം എടുക്കാതിരിക്കൂ, മടി കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ. ഇവിടെ അർജുനോട് പറയുന്നു, മടി കൂടാതെ നീ ക്ഷത്രിയനായിട്ടുള്ള നീ യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കുള്ള ഉപദേശം എന്താണെന്ന് വെച്ചാൽ, മടി കൂടാതെ നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യങ്ങൾ നിറവേറ്റു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നത് അദ്ദേഹത്തെ ആശ്രയിച്ചുകൊണ്ട് സർവാണി കർമാണി സന്യാസ ആധ്യാത്മ ചേതസ. സർവാണി കർമാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ജോലികളും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാവട്ടെ അതെല്ലാം, അതാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ശ്രീല പ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ഭഗവാൻ പറയുന്നതനുസരിച്ച് ഡ്യൂട്ടി ചെയ്യുന്നവർ, ഇപ്പോൾ ഭഗവത്ഗീത ഭഗവാന്റെ വാക്കുകളാണ് അല്ലേ. ഭഗവത്ഗീത ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃഷ്ണാവബോധത്തിൽ അങ്ങനെ ജോലികൾ, കർത്തവ്യങ്ങൾ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ഇവിടെ ഹരേ കൃഷ്ണ ഒരു പട്ടാളച്ചിട്ട പോലെ ചെയ്യുക എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? പട്ടാളച്ചിട്ട ഡിസിപ്ലിനോട് കൂടിയിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയുന്നു. നമ്മൾ ഡിസിപ്ലിൻ്റെ കാര്യത്തിന് മുമ്പും പഠിച്ചു വേറെ ശ്ലോകത്തിൽ അല്ലേ. ഡിസിപ്ലിൻ വേണം, ശരിയാണ്, അത് ചിട്ടയോടുകൂടി ചെയ്യുക എന്നുള്ളത് ഒരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ആ ഒരു ഭാവത്തോട് കൂടിയിട്ടും ചെയ്യണം. ഡ്യൂട്ടിയൊക്കെ ആദ്യത്തെ കാര്യം അങ്ങനെയാണ്, ഡ്യൂട്ടിയായിട്ടെങ്കിലും ചെയ്യുക. സ്നേഹത്തോടു കൂടി ചെയ്യുന്നത് അടുത്ത പോയിൻ്റാണ്. ബിക്കോസ് അടുത്ത പോയിൻ്റാണെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഒന്നും കൂടെ ഭക്തിയിൽ മെച്യൂരിറ്റി വേണം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്ന് തോന്നിക്കൊണ്ട് ചെയ്യുന്ന കാര്യമായിരിക്കില്ല. നമ്മൾ എങ്ങനെയൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഗുരു പറയുന്നു, അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പറയുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അതെൻ്റെ കർത്തവ്യമാണ്, ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പോൾ അത് ആദ്യത്തെ സ്റ്റേജാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് നമ്മൾ ഭക്തിയിൽ കുറേ മുന്നോട്ട് പോകുമ്പോൾ, അത് രാഗാനുഗ ഭക്തിയിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള സ്നേഹം വരുന്നു. ആ സ്നേഹത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ആരും നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല, ഇതേപോലെ ഒരു റൂള് പ്രകാരം ഓക്കെ ഇത് ഭഗവാന് സമർപ്പിക്കണം, അത് ഭഗവാന് സമർപ്പിക്കണം, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. 24 മണിക്കൂറും ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാവുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഭഗവാൻ സമർപ്പിച്ചുകൊണ്ടായിരിക്കും അല്ലേ. കാര്യം അതാണ് ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യം. എന്നാൽ ഇവിടെ ഭഗവാൻ പറയുന്നത്, ഇവിടെ അതൊന്നും ഭഗവാൻ പറയുന്നില്ല. കാര്യം ഇത് 3ാമത്തെ ചാപ്റ്റർ ആയിട്ടേ ഉള്ളൂ ഭഗവത്ഗീതയിൽ. ഇപ്പോൾ ഭഗവാൻ പറയുന്നത് കർമ്മയോഗത്തെക്കുറിച്ചാണ്. ഈ ഒരു അധ്യായം, 3ാമത്തെ അധ്യായം കർമ്മയോഗമാണ്. കർമ്മയോഗത്തിൽ കൂടുതൽ ആ ഭക്തിയുടെ ആ ഒരു ഹയസ്റ്റ് സ്റ്റേജിനെ കുറിച്ച് പറയുന്നില്ല. തൽക്കാലം പറയുന്നത് ഭഗവാൻ സമർപ്പിച്ച് ചെയ്യൂ, എന്നെ ആശ്രയിക്കാതിരിക്കരുത് എന്നുള്ളത്. നമുക്കുള്ള പാഠമാണ് എല്ലാ കാര്യത്തിനും ഭഗവാൻ ആശ്രയിക്കുക എന്നുള്ളത്. നമ്മൾ വിചാരിക്കും നമ്മൾ ചിലപ്പോൾ ഇതെല്ലാം നമുക്ക് തനിയെ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരുപാട് കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇതെനിക്കറിയാം, ഞാനിതിൻ്റെ എക്സ്പേർട്ടാണ്. എന്ത് എക്സ്പെർട്ടീസാണ് നമുക്കുള്ളത്? നമ്മൾ എന്ത് എക്സ്പേർട്ടാണ്? എത്ര വർഷം കഴിയട്ടെ,
നമ്മൾ ഒരു പക്ഷേ ഡെയിലി ചെയ്യുന്ന കാര്യമായിരിക്കാം, അതിൽ എക്സ്പേർട്ടും ആയിരിക്കാം. അതായത് എക്സ്പേർട്ട് ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടാവും. പക്ഷേ അത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മുടെ കഴിവ് മാത്രമല്ല, അവിടെ ഭഗവാന്റെ മഹാകൃപയും കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മഹാകാരുണ്യത്താലാണ് നമുക്കത് സക്സസ്ഫുള്ളി ചെയ്യാൻ സാധിക്കുന്നത്. ആ കാര്യം നമ്മൾ മറന്നു പോകുന്നു പലപ്പോഴും. ഇവിടെ ശിലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, അങ്ങനെ ചിട്ടയോടുകൂടി അർജുനോട് പറയുകയാണ് നീ ചെയ്യുക എന്ന് ഭഗവാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അത് ഫോളോ ചെയ്യുക. അപ്പോൾ ശിലപ്രഭുപാദ് പറയുകയാണ് ഇവിടെ അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ തോന്നും നമുക്ക് എങ്ങനെയാണിത്, അതായത് അത് എളുപ്പമല്ല അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് തോന്നുമായിരിക്കും ഇത് എങ്ങനെ സാധിക്കുമെന്നുള്ളത്. പക്ഷേ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. നമ്മുടെ ശരിയായിട്ടുള്ള നമുക്ക് അറിവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ശാസ്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു റിലേഷൻ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള കർത്തവ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ അംശമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കി ഭഗവാനെ നമ്മൾ സേവിക്കുകയാണ് നമ്മുടെ കർത്തവ്യം എന്ന് മനസ്സിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭഗവാനെ ആശ്രയിക്കും. അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഭക്തിയിലില്ലാത്ത ഒരാളോട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാര്യം അത് ഏതാണ്ട് ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെയായിരിക്കും അല്ലേ. കാര്യം എന്താണ്? അവർക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ട്. അത് വെറും അതായത് വടി പിടിച്ച് ചെയ്യിപ്പിക്കുന്ന പോലെ. അങ്ങനെയല്ല ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ നമ്മളിൽ നിന്ന് ആരിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ സന്തോഷത്തോടു കൂടി സമർപ്പിച്ച് ചെയ്യുക, ഇതാണ് ഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വടിയെടുത്ത് അദ്ദേഹം നമ്മളെ എന്താ പറയുക ചെയ്യിപ്പിക്കുന്നില്ല. കാര്യം അങ്ങനെ അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത്. ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുക ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ഭഗവാന്റെ സർവീസസിന് വേണ്ടി, ഭഗവാന് സമർപ്പിച്ചു കൊണ്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം ഇല്ലെങ്കിൽ എല്ലാം ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അതായത് വടി പിടിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിലൊരു സ്നേഹം വരുന്നില്ല അല്ലേ. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കർമ്മയോഗത്തിൽ നിന്ന് പോയി ഭക്തിയോഗത്തിലേക്ക് എത്തില്ല ആരും. ഡ്യൂട്ടി അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന പോലെയായിരിക്കും. അതിലെന്ത് രസമാണുള്ളത്? ഭഗവാൻ അതിൽ നിന്ന് എന്ത് കിട്ടുന്നു? ഒരുപക്ഷെ നമ്മുടെ കർമ്മഫലം ആ ഒരു ആക്ടിവിറ്റിയിൽ ഉണ്ടാവില്ല, ശരിയാണ്. പക്ഷേ അങ്ങനെ നിർബന്ധിച്ച് എത്ര കാലം നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ? പേടിച്ച് നമുക്ക് എത്ര കാലം ചെയ്യുവാൻ സാധിക്കും? പേടിച്ചിട്ടോ നിർബന്ധിച്ചിട്ടോ ആരുടെ നിർബന്ധപ്രകാരമോ? നേരെ മറിച്ച് സ്വാഭാവികമായിട്ട് നമുക്കത് തോന്നിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് കാലകാലം നിലനിൽക്കും. അതേപോലെ അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് ഉയർത്താനാണ് ഭഗവാൻ നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. തുടക്കത്തിൽ പറയുന്നു, നീ കർമ്മങ്ങൾ എനിക്ക് സമർപ്പിച്ചു, നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യൂ, അത്രേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. എന്നാൽ നമ്മൾ അഡീഷണലി പഠിക്കുന്നത്, നമ്മൾ കർമ്മയോഗം മാത്രമല്ല പഠിക്കുന്നത്, ഭക്തിയോഗം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുക, ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത് എല്ലാ കാര്യത്തിനും, ചെറിയ കാര്യമായിക്കോട്ടെ, ഭഗവാനെ ആശ്രയിക്കുക, ഓർക്കുക, നന്ദി പറയുക. നമ്മുടെ 4-ാമത്തെ സ്കന്ധം ഭാഗവതത്തിൽ ഒരു സെക്ഷനുണ്ട്. പൃഥു മഹാരാജൻ്റെ കഥ പറയുന്ന ഒരു സെക്ഷനുണ്ട്. അവിടെ മനോഹരമായിട്ടുള്ളൊരു ശ്ലോകത്തിൽ പൃഥു മഹാരാജനോട് പൃഥു മഹാരാജും 4 കുമാരന്മാരും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണെന്ന് തോന്നുന്നു. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഓരോ വ്യക്തികളും ചെയ്യേണ്ട കാര്യം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ പറയുന്നു. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെയ്യുന്ന കാര്യം, അതായത് നമ്മൾ എല്ലാ അവസരത്തിലും എല്ലാ ഒരു സിറ്റുവേഷനിലും എന്താണ് പറയുന്നത്? ഒന്നാമത്തെ കാര്യം പറയുന്നത് നന്ദി പറയുക എന്നുള്ളത് ഭഗവാനോട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് നമ്മളൊന്നിനും ഡിസർവ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മളതിന്
നമ്മൾ ഡിസർവ് ചെയ്യാത്തവരായിരിക്കാം, പക്ഷെ ഭഗവാൻ നമുക്ക് എല്ലാം തരുന്നുണ്ട്. ഈ ഒരു ജന്മത്തിൽ മാത്രമല്ല, എത്രയോ ജന്മങ്ങളിലായിട്ട് എല്ലാം അദ്ദേഹം നമുക്ക് നടത്തി തരുന്നു. പല കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഒന്നും വേണ്ട, ഇവിടെ ജീവിക്കാനുള്ള വെള്ളവും ശ്വാസവും കാറ്റും സൂര്യപ്രകാശവും ഇതെല്ലാം ആര് തരുന്നു? തീർച്ചയായിട്ടും ഭഗവാനാണ് തരുന്നത്, അല്ലേ? അപ്പോൾ ഓരോ നിമിഷത്തിലും ആ ഒരു നന്ദി ഉണ്ടാവുക എന്നുള്ളത് ഭഗവാനോട്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതാണ്. ഭഗവാനോടൊരു താങ്ക്സ് പറയാനോ നന്ദി പറയാനോ നമുക്ക് സമയമില്ല. ചോദിക്കാൻ ഒരുപാട് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അങ്ങോട്ട് താങ്ക് യു എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് പലതും നല്ലത് നടക്കുമ്പോഴും നമ്മൾ തിരിച്ച് ആ ഒരു നന്ദി പറയാൻ മടിക്കുന്നു, അല്ലെങ്കിൽ മറക്കുന്നു. മടിക്കുകയായിരിക്കില്ല, മറക്കുമായിരിക്കും മിക്കവാറും. അപ്പോൾ അവിടെ പറയുന്നു ഈ ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഭഗവാനോട് നന്ദി ആദ്യത്തെ, അതേപോലെ ഗുരുവിനോട് നന്ദി, നമ്മളെ ആധ്യാത്മികതയിൽ നമ്മളെ സഹായിക്കുന്നവരോടുള്ള നന്ദി, കടപ്പാട്, ഇതെപ്പോഴും വേണം, എപ്പോഴും അത്യാവശ്യമാണ്. അതാണ് പറയുന്നത് അവിടെ. ഒന്ന്, ഭഗവാനോടും നമ്മുടെ ആധ്യാത്മിക പുരോഗതിയിൽ സഹായിക്കുന്നവരോടുമുള്ള നന്ദിയും കടപ്പാടും വേണമെന്നുള്ളതും. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല പെരുമാറ്റം, ബിഹേവിയർ. ഇപ്പോൾ ചോദ്യം അതായിരുന്നു, എല്ലാ സമയത്തും ഏത് സാഹചര്യത്തിലും എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണ്, രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുന്നത്, ഒന്ന്, എപ്പോഴും നമ്മൾ ഏത് സിറ്റുവേഷനാണോ നമുക്കുള്ളത് ആ സമയം എന്തായാലും അത് ഭഗവാന്റെ അനുഗ്രഹമാണ്, മറ്റുള്ളവരുടെ അനുഗ്രഹമാണ്, മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നന്ദിയും കടപ്പാടും വേണമെന്നുള്ളതും. രണ്ട്, നമ്മുടെ ബിഹേവിയർ ശരിയായിരിക്കണം എന്നുള്ളത്. അത്യാവശ്യമാണ് നമ്മുടെ പെരുമാറ്റം നല്ലതാവുക എന്നുള്ളത്, അല്ലേ? അത് കാര്യം നമ്മുടെ പെരുമാറ്റത്തിൽ ഒരുപാട് അതിന് പ്രാധാന്യമുണ്ട്. കാര്യം നമ്മുടെ പെരുമാറ്റം ശരിയല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്. കാര്യം ഒരു വൈഷ്ണവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് സദാചാരം എന്ന് പറയുന്നത്. സദാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ആരോട് എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത് പഠിച്ച അല്ലെങ്കിൽ അറിയുന്നൊരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ അറിയണം, അല്ലെങ്കിൽ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് അറിവുണ്ട്, നമുക്ക് ഒരുപാട് പൈസയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആവുന്നില്ല ഒന്നും. പെരുമാറ്റം ശരിയല്ലെങ്കിൽ പിന്നെന്താണ് കാര്യം? അപ്പോൾ ഇതെല്ലാം ഓരോ വ്യക്തികളും ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ട് ആൻഡ് പാർസൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതുകൊണ്ട് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ജോലി എന്താണ്, കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളത്, അല്ലേ? ഭഗവാന്റെ ആഗ്രഹങ്ങൾക്ക് ആഗ്രഹം അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അർജുനന് കൃഷ്ണൻ ഇതേപോലെ ഉപദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്, നീ യുദ്ധം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓർഡർ പരമദിവ്യോത്തമ പുരുഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് അദ്ദേഹം സ്വീകരിച്ച് അദ്ദേഹം പറയുന്ന അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അർജുനൻ ചെയ്യേണ്ടത്, അല്ലേ? അങ്ങനെ നീ ചെയ്യൂ എന്നാണ് കാര്യം. അർജുനൻ 2-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഭഗവാനെ ശരണം പ്രാപിച്ചു പൂർണ്ണമായിട്ടും. കാർപ്പണ്യദോഷാപഹത സ്വഭാവ, അവിടെ പറയുന്നു, അർജുനൻ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങ് ഗുരുവാണ് എൻ്റെ മുമ്പിൽ, അങ്ങ് ഗുരുവായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുവാണ്, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്ത് അങ്ങ് പറയുന്നു അത് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് കൃഷ്ണൻ ഉപദേശം തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ കൃഷ്ണൻ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അതുവരെ അർജുനൻ പറയുന്നത് ഇങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അർജുനൻ ശരണം പ്രാപിച്ചതിന് ശേഷം ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഉപദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും തരുന്ന ഉപദേശം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതേപോലെ തന്നെ ഒരു ഗുരു, ആധ്യാത്മിക ഗുരു ശിഷ്യന് വേണ്ടി അല്ലെങ്കിൽ ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരണം പ്രാപിച്ചു, ഞാൻ ശരണം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ശിഷ്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആവുന്നില്ല. വാക്കാൽ മാത്രമല്ല, പ്രവൃത്തിയാൽ അത് പ്രാവർത്തികമാക്കണം. അപ്പോഴാണ് ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവുകയുള്ളൂ, അല്ലേ? ഇവിടെ അതാണ് പറയുന്നത്. അർജുനനോട് പറയുന്നു, നീ നിൻ്റെ ജോലി ചെയ്യുക, കർത്തവ്യങ്ങൾ ചെയ്യുക. എങ്ങനെ ചെയ്യണം?
അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഡ്യൂട്ടി നീ ചെയ്യുക. അതിന് പ്രോഫിറ്റ് ഉണ്ടാവോ പ്രോഫിറ്റ് ഉണ്ടാവില്ലേ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സമർപ്പിക്കൂ. അതേപോലെ പറയുന്നു നിർമമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉടമസ്ഥാവകാശമില്ലാതെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ തന്നെ എടുക്കുന്നു. ഇത് എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവും നമുക്ക്. ആക്ച്വലി എന്ത് ഉടമസ്ഥാവകാശമാണ് നമുക്കുള്ളത്? ഒന്നും നമ്മുടെ ഇല്ല. അതാണ് ഇവിടെ പ്രഭുജി പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ, നമ്മുടേതായിട്ട് ഒന്നുമില്ല ഇവിടെ. ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നുമില്ല, എല്ലാം ഭഗവാന്റേതാണ്, എല്ലാം അദ്ദേഹം ചെയ്തു തരുന്നതാണ്. നമ്മളത് പലപ്പോഴും ഭഗവാന്റെ റിസോഴ്സസ്, അദ്ദേഹം തരുന്ന റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നു, എന്നിട്ട് നമ്മൾ അതിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നു. ഇതാണ് സത്യം. പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ജനിക്കുന്ന സമയത്ത് ഒരു നൂല് പോലും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, മരിക്കുമ്പോഴും അതേപോലെ തന്നെയാണ്, ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. ഈ ഒരു ചെറിയൊരു കാലയളവിൽ നമ്മൾ ഉടമസ്ഥനാവുന്നു, ഓണറാവുന്നു, നമ്മൾ വലിയ ആളാവുന്നു, ഇതെല്ലാം എൻ്റെയാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, പറയുന്നു, എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു. സത്യം പറയുകയാണെങ്കിൽ നമ്മുടേതായിട്ട് എന്താണുള്ളത്? നമ്മുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകണം. അതാണ് അതിൻ്റെ നിയമം. സ്വന്തമാണ്, നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ മരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ അതും വരണം. പക്ഷെ അത് വരുന്നില്ല, അല്ലേ? വരുന്നില്ല. കാര്യം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടേതല്ല എന്നുള്ളതാണ്. ഈ ഒരു അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ തമ്മിൽ അടി കൂടുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. എല്ലാം ഇതേപോലെ അവകാശം, എൻ്റേത്, ഞാൻ പറയുന്നത് ശരി, എൻ്റേത് എന്നുള്ളൊരു ആ ഒരു ബോധ്യത്തിലാണ് ആളുകൾ ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആധ്യാത്മികതയിൽ വളരെ പുറകോട്ടാണ് ഇന്നത്തെ കാലം. ഇതാണ് സംഭവിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു കാരണം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കൃഷ്ണാവബോധം, ഭക്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഓരോരുത്തർക്കും. ഇല്ലെങ്കിൽ ഈ ലോകം പോകുന്ന കൂട്ടത്തിൽ നമ്മളും പോകുന്നു, വീണ്ടും ഒരു മനുഷ്യജന്മം നമ്മൾ പാഴാക്കും. അതിനൊരു സംശയമില്ല. നമുക്ക് ഈ ഒരു കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടമാവും പോകും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളിവിടെ വരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഭഗവത്ഗീത ഇപ്പോൾ പഠിക്കുന്നത്, ഭാഗവതം കേൾക്കുന്നത്, പഠിക്കുന്നതൊക്കെ. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ ട്രെയിൻ നമുക്ക് മിസ്സാവും. ട്രെയിൻ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കില്ല. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ആചാര്യന്മാർ, ശീല പ്രഭുപാജിയും അതേപോലെ ഭഗവാനും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പിന്നെ പറയുന്നു ഇവിടെ വേറൊരു വാക്ക് ഇവിടെ പറയുന്നത്, അപ്പോൾ ആധ്യാത്മ ചേതസഹ, അതായത് എല്ലാ കൃഷ്ണ അവബോധത്തിൽ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അതായത് പ്രോപ്പർലി അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഭഗവാന് സമർപ്പിച്ച് തന്നെയാണ് ഞാൻ ചെയ്യേണ്ടത്. കാര്യം അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ, അദ്ദേഹമാണ് എല്ലാം, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യത്തോടു കൂടി കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്നതിനാണ് അധ്യാത്മ ചേതാസ് എന്ന് പറയുന്നത് ഇവിടെ ശ്ലോകത്തിൽ. പ്രഭുജി അത് ഇവിടെ വിശദീകരിക്കുന്നു. പിന്നെ പറയുന്നത് നിരാശിർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനർത്ഥം ആശയില്ലാത്ത. ആശ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, നിരാശ എന്ന് പറഞ്ഞാൽ, നിരാശിർ എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്ത. അതായത് നമ്മൾ ചെയ്യുന്നതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ. നല്ലൊരു എക്സാമ്പിൾ ശീല പ്രഭുജി ഇവിടെ പറയുന്നു, ഉദാഹരണം പറയുന്നത് എന്താണ്? ബാങ്കിൽ ഒരു കാഷ്യർ ഉണ്ടെങ്കിൽ ആ കാഷ്യർ ഓരോ ദിവസവും കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ എണ്ണുന്നുണ്ടാവും, എണ്ണി ചിട്ടപ്പെടുത്തി കൊടുക്കുന്നുണ്ടാവും, വാങ്ങിക്കുന്നുണ്ടാവും, പലതും ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് പൈസ വാങ്ങിക്കുന്നുണ്ടാവും, കൊടുക്കുന്നുണ്ടാവും, ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ വരുന്ന പൈസയെല്ലാം കാഷ്യറായിരിക്കും എണ്ണി വാങ്ങിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് ആ പൈസ അദ്ദേഹത്തിന് കിട്ടുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിലേക്ക് വെക്കാൻ സാധിക്കുമോ? ഇല്ല, അല്ലേ? ഒന്നും അദ്ദേഹത്തിൻ്റെ അല്ല. കാര്യം അദ്ദേഹം ഒരു ജോലിക്കാരൻ മാത്രം. വരുന്ന പൈസ വാങ്ങുന്നു, വാങ്ങി അതിനെ എണ്ണുന്നു, ചിട്ടപ്പെടുത്തുന്നു,
അതിന് വേണ്ട സ്ഥലത്ത് വയ്ക്കുന്നു, അല്ലേ? ഇത്രയേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ കാഷ്യറിന് അതിൽ നിന്ന് 1 രൂപ പോലും അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ശമ്പളമായിട്ട് മാസത്തിൽ വരുമായിരിക്കാം, പക്ഷേ ഈ ഡെയിലി വരുന്ന പൈസയിൽ നിന്ന് 1 രൂപ പോലും അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെതല്ല. അതേപോലെ ശീല പ്രഭുപാദി പറയുന്നു, അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഒന്നും നമ്മുടേതല്ല, എല്ലാം ഭഗവാന്റേതാണ്. അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ മൈ എന്ന് എടുത്തു പറയുന്നത്, എനിക്ക് സമർപ്പിക്കൂ. കാര്യം ഭഗവാന്റേതാണ് എന്ന് ഭഗവാൻ അറിയാം, നമുക്കും അറിയാം. നമ്മൾ അറിയാൻ ശ്രമിക്കുന്നു ശാസ്ത്രങ്ങളിലൂടെ നമ്മൾ അറിയുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് സമർപ്പിച്ചു ചെയ്യൂ. കാര്യം ഈ ഒരു ആശ എന്ന് പറയുന്നത്, നമ്മൾ എല്ലാത്തിലും പ്രോഫിറ്റ് കാണുക, ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ, ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ഈ ഒരു കാര്യം ചെയ്താൽ എനിക്കെന്താണ് ഗുണം, എനിക്ക് ഗുണമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്, എനിക്കെന്താണ് കിട്ടുക അതിൽ നിന്ന്, അല്ലേ? ഇത് ഈവൻ റിലേഷൻഷിപ്സിലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു റിലേഷനിൽ നിന്ന് എനിക്കെന്ത് ബെനിഫിറ്റാണുള്ളത്? നമ്മൾ വളരെ കാൽക്കുലേറ്റീവാണ് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ. നമ്മുടെ ബെനിഫിറ്റ് മാത്രം നോക്കുന്നുള്ളൂ. എന്നാൽ ബെനിഫിറ്റ് പ്രതീക്ഷിക്കാതെ അവരെ സഹായിക്കുന്നൊരു മെൻറ്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്കൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. അവർ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, ഏത് സാഹചര്യം ആവട്ടെ, എന്ത് കാര്യമാവട്ടെ, അവർക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു മനസ്സാണത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആളുകൾക്ക്. സാധിക്കാത്ത ഒരു ലോകമാണ് ഇന്നത്തെ കാലത്ത്. എല്ലാവരും പലതും എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷയാണ് ഉള്ളത്, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട് എല്ലാവർക്കും. ഇതാണ് എൻ്റെ പ്രോഫിറ്റ്, ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പിന്നെ അവിടെ പ്രശ്നമാണ്. പിന്നെ ചിലപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്സിനും അത് ബ്രേക്ക് ആവും, അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള തളർച്ച വരുന്നു, വിഷമം വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു, ഡിപ്രഷൻ ആവുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആഗ്രഹിച്ച് നടക്കാതെ വരുമ്പോൾ. അപ്പോൾ ആഗ്രഹിച്ച് നടക്കാതെ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉടമസ്ഥാവകാശം എടുക്കുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് പറയുന്നത് നിർമ്മമ, ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് നിർമ്മമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്കൊന്നും നമ്മൾ വെറും ഒരു വാടകക്കാരെ പോലെയാണ് എപ്പോഴും. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഈ ലോകത്ത് നമ്മളിരിക്കുന്നത് ആ ഒരു സ്റ്റേജിലാണ്. നമ്മുടെ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും വാടക വീട്ടിൽ താമസിക്കുന്ന പോലെയാണ്. ഒരു ദിവസം നമുക്ക് ഇറങ്ങണം. നമ്മൾ ഭഗവാന്റെ റിസോഴ്സസിനെ ഉപയോഗിക്കുന്നു, എന്നിട്ട് നമ്മൾ സ്വന്തമാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നു. സത്യം പറയുകയാണെങ്കിൽ വലിയ ചീറ്റേഴ്സാണ് നമ്മളെല്ലാവരും. നമ്മൾ പറയും ഒരു കള്ളൻ വന്ന് നമ്മളുടെ പൈസ കൊണ്ടുപോയി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്വർണം കൊണ്ടുപോയി, എന്ത് വേണമെങ്കിൽ ആവട്ടെ കൊണ്ടുപോയെങ്കിൽ നമ്മൾ പറയും, എൻ്റെ സ്വർണം കൊണ്ടുപോയി, എൻ്റെ പൈസ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ കളവ് ചെയ്തു എന്ന് പറയും, അല്ലേ? അപ്പം നമ്മൾ ആക്ച്വലി നമ്മുടേന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മുടേതാണോ? ശരിക്കും പറയുകയാണെങ്കിൽ അല്ല. അപ്പം നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാന്റെ റിസോഴ്സസ് എടുത്ത്, ഇതാണ് സംഭവിക്കുന്നത്. ഭഗവാനിൽ നിന്ന് നമ്മളത് തട്ടിയെടുത്തു, അല്ലെങ്കിൽ നമുക്കത് വരുന്നു നാച്ചുറലി, ഭഗവാൻ അത് തരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ലേബലിലേക്ക് അത് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരാൾ നമ്മുടെ പൈസ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തും നമ്മൾ. അത് ചെയ്ത് ശരിയല്ല, അവർ പാടില്ല, ഇതെൻ്റെയാണ്. നേരെ മറിച്ച് ഭഗവാൻ നമുക്ക് തരുന്നു നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം ഇതെല്ലാം തരുന്നത്. പക്ഷെ അതിൽ നമ്മളൊരു ഉടമസ്ഥൻ ആയി മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവകാശം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മുടെ പൈസ തട്ടിക്കൊണ്ടുപോയ ആളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? കാര്യം ഭഗവാൻ തന്നിട്ട് അദ്ദേഹത്തോട് നന്ദിയില്ല, അദ്ദേഹത്തിനെ കാണുന്നില്ല, അദ്ദേഹം പിക്ചറിലേ ഇല്ല ഇതെൻ്റെയാണ്. അപ്പോഴേക്കും നമ്മൾ അവിടെ സീലടിച്ചു, എൻ്റെ സാധനം എൻ്റേതാണ്, പൈസയാവട്ടെ എന്ത് വേണമെങ്കിൽ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മളും ഒരു കള്ളന്മാരാണ് അങ്ങനെയാണെങ്കിൽ. ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ പുറകിലാണ് എല്ലാവരും അടി കൂടുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാനുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതും, അവിടേക്ക്
അദ്ദേഹത്തിന് സമർപ്പിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതും എല്ലാം അദ്ദേഹത്തിൻ്റേതാണ് എന്നുള്ളതും മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. അതാണ് ഇവിടെ ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. സോ ഒന്ന് നോക്കുക, വളരെ ഡീപ്പാണ് ഭഗവത്ഗീത. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു കാര്യം. ഭഗവത്ഗീത മാത്രം മതി നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആവാൻ. ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ എല്ലാം പറയുന്നുണ്ട്. എന്തു ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുന്നത്. ചെയ്യുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, തിയറി നമ്മൾ പഠിക്കുന്നു, പക്ഷെ പ്രാക്ടിക്കലി ഇതെങ്ങനെ ഫോളോ ചെയ്യും? ഇതാണ് ചോദ്യം. ഭഗവാൻ അർജുനോട് പറയുന്നു, ഇവിടെ യുദ്ധം ചെയ്യും, മടി കൂടാതെ യുദ്ധം ചെയ്യൂ, നീ അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഉടമസ്ഥാവകാശം ഇല്ലാതെ യുദ്ധം ചെയ്യൂ. നമ്മളോട് പറയുവാണ്, യുദ്ധം ചെയ്യുവാന്ന് ഉദ്ദേശിക്കുന്ന പോലെ നമ്മളോട് കർത്തവ്യങ്ങൾ ചെയ്യാൻ പറയുന്നു. അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട്, ഒന്നും പ്രതീക്ഷിക്കാതെ, എന്തൊക്കെയാണോ നമുക്കുള്ളത് ഇതൊന്നും എൻ്റേതാണ് എന്നുള്ളൊരു ഫീലിങ്സ് ഇല്ലാതെ, എല്ലാം ഭഗവാന്റേതാണ്, അദ്ദേഹമാണ് ഉടമസ്ഥൻ, ഞാൻ വെറും ഒരു എന്താ പറയുക, നോക്കി നടത്തുന്ന ഒരാൾ, അത്രയേ ഉള്ളൂ. നമ്മുടെ റോൾ അത്രയേ ഉള്ളൂ. കുറച്ചു കാലം, അതും കുറച്ചു കാലം, എല്ലാ കാലവും അല്ല, കുറച്ചു കാലം മാത്രം അതിനെ നോക്കി നടത്തുന്ന ആൾ. അത് ഒരു സമയമായി കഴിഞ്ഞാൽ അത് തിരിച്ചു പോകും അല്ലേ? സമയമായി കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. നമുക്കൊന്നും ഉടമസ്ഥതയില്ല. സോ ഇതാണ് പറയുന്നത്. പിന്നെ പറയുന്നു അർജുനോട് വേറൊരു പോയിന്റും കൂടെ ഇവിടെ പറയുന്നത് എന്താണ്? നിർമ്മമ പറഞ്ഞു, നമ്മൾ നിരാശ പറഞ്ഞു, പിന്നെ പറയുന്നു വിഗതജ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനോട് പറയുന്നു, മടി കൂടാതെ നീ നിൻ്റെ ജോലി ചെയ്യൂ, മടി കാണിക്കരുത്. അപ്പോൾ ഈ മടി എന്ന് പറയുന്നത് നമുക്കും ആലസ്യം, നമുക്കും പലപ്പോഴും നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കർത്തവ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് മടി വരിക എന്ന് പറയുന്നത്. എന്നാൽ അത് പാടില്ല. നേരത്തെ ആദ്യത്തെ സെക്ഷനിൽ വായിച്ചതുപോലെ ഒരു പട്ടാളച്ചിട്ടയോടുകൂടി കാര്യങ്ങൾ. പട്ടാളച്ചിട്ടയിൽ മടിയുണ്ടോ? ഇല്ല. അവിടെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് ഓടാൻ പോകണം, ചാടാൻ പോകണം, അത് ചെയ്യണം ഇത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ ദിവസം വീട്ടിലേക്ക് വരും, അതോടുകൂടി കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടെ എക്സിസ്റ്റൻസ് ഇല്ല അല്ലേ? അപ്പോൾ അവിടെ ഒരു ചിട്ടയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അത് പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെ നമുക്കത് ചെയ്യുവാൻ മടിയുണ്ടാവില്ല. കാര്യം അത് നമ്മുടെ ഇപ്പോൾ കാലത്ത് എഴുന്നേറ്റ് പല്ല് തേക്കണം, കുളിക്കണം എന്നുള്ളത് ജനറലി വളരെ മോശമായിട്ടുള്ള തമോ ഗുണത്തിലുള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത്. അങ്ങനെയുള്ളവർക്കും ഉണ്ടാവും കുളിക്കാൻ ആഗ്രഹമില്ല. കുളിക്കലൊക്കെ എപ്പോഴെങ്കിലും കുളിക്കാം, എപ്പോഴെങ്കിലും ചെയ്യാം. ഈ ലോകത്തിലെ ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഭക്തരുടെ ഇടയിലെങ്കിലും നമ്മൾ കാണുന്നുണ്ട്, കാലത്ത് എഴുന്നേറ്റ് കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു. പലവരും കുളിക്കുന്നത് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. എല്ലാം കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞ് 12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹോളിഡേയ്സിലോ അല്ലെങ്കിൽ ജോലിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ കുളിക്കുന്നത്. കാലത്ത് കുക്കിംഗ് ചെയ്യുന്നു, കാലത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ കുളിക്കാതെ. കുക്കിംഗ് ആണെങ്കിൽ ചിലവർ അങ്ങനെ തന്നെ ജോലിക്ക് പോകുന്നു, സ്പ്രേ എല്ലാം അടിച്ച് പിന്നെ എപ്പോഴേലും വന്ന് വൈകുന്നേരം വരുമ്പോൾ കുളിച്ചാലായി. അത് ചിലവർ 2 ദിവസം കൂടുമ്പോൾ. ഇതൊക്കെ തമോ ഗുണമാണ് ശരിക്കും. ഇപ്പോൾ ശരീരത്തെ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ഭക്തൻ്റെ, ഒരു വൈഷ്ണവൻ്റെ ആദ്യത്തെ ഡ്യൂട്ടിയാണത്. തീർച്ചയായിട്ടും അതിലെല്ലാ ആസ്പെക്ട്സും വരുന്നു. അത് ഒരു സദാചാരത്തിൻ്റെ ഭാഗമാണത്, പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരെ നമ്മൾ മടി കാണിക്കുകയാണെങ്കിൽ മറ്റുള്ള കർത്തവ്യങ്ങളിൽ മടി കാണിക്കുന്നതിന് അത്ഭുതമുണ്ടോ? ഇല്ല. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ മടിയാണ്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്യുവാൻ മടിയാണ്. കാര്യം മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മടി വരുന്നത് ഇപ്പോൾ ഇങ്ങോട്ട് ബെനിഫിറ്റുള്ള കേസാണെങ്കിൽ നമുക്ക് മടി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലതിന് നമുക്കറിയില്ല എന്താണ് ഉണ്ടാവുന്നതെന്നുള്ളത്. ചിലപ്പോൾ ഡ്യൂട്ടി ആയിരിക്കും, പക്ഷെ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾ മടിക്കും. നേരെ മറിച്ച് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 200 രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആളുകൾ ചെയ്യും. അവിടെ മടിയില്ല. കാര്യം അവരുടെ മോട്ടിവേഷൻ എന്താണ്? പൈസയാണ്, പ്രോഫിറ്റ്. എന്ത് പ്രോഫിറ്റാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്?
പക്ഷേ അങ്ങനെ പ്രോഫിറ്റ് നോക്കിയിട്ട് ചെയ്യരുത് എന്നാണ് ഭഗവാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്. മടി കൂടാതെ നിൻ്റെ ഡ്യൂട്ടി ചെയ്യുക, കർത്തവ്യങ്ങൾ ചെയ്യുക. എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. എന്നെ ആശ്രയിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ, ഡ്യൂട്ടി ചെയ്യൂ കൃഷ്ണാവബോധത്തിൽ. അപ്പോൾ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൃഷ്ണാവബോധത്തിൽ ചെയ്യൂ. എനിക്ക് സമർപ്പിച്ച് ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതാണ് ശ്രീല പ്രഭുജിയുടെ പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ഗുണം എന്താണ്, അല്ലെങ്കിൽ ബെനിഫിറ്റ്? ആക്ച്വലി നമ്മൾ ബെനിഫിറ്റ് പ്രതീക്ഷിക്കുന്നില്ല. ഭഗവാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മുക്തിയാണ് കിട്ടുന്നത് ഈ ലോകത്തിൽ നിന്ന്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് മുക്തിക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നു. ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി ഭഗവാൻ പറയുന്നതനുസരിച്ച് ഭഗവാൻ പറയുന്ന പോലെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ലത് വരും. അതാണ്, നല്ല റിസൾട്ടായിരിക്കും നമുക്ക് വരുന്നത്. അത് നമ്മൾ പ്രതീക്ഷിച്ചാലും പ്രതീക്ഷിച്ചില്ലെങ്കിലും അത് നടക്കും. സോ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഈ ഡ്യൂട്ടികൾ ചെയ്യുവാൻ ഒരു മോട്ടിവേഷൻ ആയിട്ട് വേണമെങ്കിൽ ഓക്കെ, ഇവിടെ പറയുന്നു, ശില പ്രഭുജി പറയുന്നു ഇങ്ങനെ ചെയ്ത്, ഭഗവാനും പറയുന്നുണ്ട് പല സ്ഥലങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവസാനം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറയുന്നത് കൊണ്ട് ചില ആൾക്കാർക്ക് മോട്ടിവേഷൻ ആവും, അതുകൊണ്ട് ആളുകൾ ചെയ്യുന്നു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, അത് തുടക്കമാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മനസ്സിലൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ചെയ്യും അവർ പലതും. അതങ്ങനെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിലൊരു സന്തോഷം കാണുന്നു. അതായത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് നാച്ചുറലായി മാറുന്നു നമ്മുടെ ജീവിതത്തിൽ. സോ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഭാവം മാറുന്നു. പിന്നെ നമുക്ക് നധനം നജനം നസുന്ദരിം കവിതാം വാ ജഗദീശ കാമയെ മമ ജന്മനീശ്വരെ ഭവതാ ഭക്തി രാഹേതു ഗീത്വൈ. ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ഈവൻ മുക്തിയും ആഗ്രഹിക്കുന്നില്ല, വീണ്ടും ജന്മങ്ങൾ എടുക്കാനും ഞാൻ തയ്യാറാണ്. എനിക്ക് ഒരേ ഒരു കാര്യമേ ആഗ്രഹമുള്ളൂ, അങ്ങയുടെ സേവനം, ഭക്തിയുത സേവനങ്ങൾ എനിക്ക് നഷ്ടപ്പെടരുത്. ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. ബാക്കി എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ. അഹേതുകമായിട്ടുള്ള ഭക്തി എനിക്ക് ഇന്നും എന്നും എല്ലായ്പ്പോഴും എപ്പോഴും ഏത് സാഹചര്യത്തിലാണെങ്കിലും, അത് ഇവിടെയാണെങ്കിൽ, ഭൂമിയിലാണെങ്കിലും, സ്വർഗത്തിലാണെങ്കിലും, നരകത്തിലാണെങ്കിലും, എവിടെയാണെങ്കിലും ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ ഒന്നും വേണ്ട എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ പിന്നെ എത്തുക. ഇതാണ് ഹയസ്റ്റ് സ്റ്റേജ്. നമ്മൾ ആ ഒരു സ്റ്റേജിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ അതിന് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആ ഒരു അങ്ങനൊരു ഫീലിങ്സോട്, അല്ലെങ്കിൽ അങ്ങനൊരു ഭാവം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ അതിന് സമയമെടുക്കും. പക്ഷേ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കർത്തവ്യബോധത്തോടു കൂടിയിട്ട് ചെയ്യുക, ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കൂട്ടത്തിൽ നമുക്ക് ചിന്തിക്കാം, ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കാം, ഓക്കെ എല്ലായിടത്തും പറയുന്നു ഭഗവാൻ എനിക്ക് സമർപ്പിച്ച് ചെയ്യൂ, എനിക്ക് സമർപ്പിച്ച് ചെയ്യുന്നു, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യൂ. അപ്പോൾ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ, ഭഗവാന്റെ സന്തോഷത്തിന് ചെയ്യുമ്പോൾ നമുക്കെന്ത് സന്തോഷമാണുള്ളത്? നമുക്കെന്ത് സന്തോഷമാണ് കിട്ടുന്നത് അതിൽ നിന്ന്? അപ്പോൾ ശാസ്ത്രങ്ങൾ പറയുന്നു സന്തോഷം കിട്ടും. കാര്യം ആധ്യാത്മിക തലത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. ഭഗവാൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ എല്ലാത്തിൻ്റെയും ഒരു വേര് പോലെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഒരു മരത്തിലോ ചെടിയിലോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ റൂട്ടിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ചെടിയിലെ അല്ലെങ്കിൽ മരത്തിലെ എല്ലായിടത്തേക്കും എത്തുന്നു അല്ലേ? ഇലകളിലേക്കും ചില്ലകളിലേക്കും പുഷ്പങ്ങളും പഴങ്ങളും എല്ലായിടത്തേക്കും എവിടേക്കാണോ വേണ്ടത് അവിടേക്കൊക്കെ വേണ്ട ന്യൂട്രിയൻസ് എത്തുന്നു. വെള്ളം വേണ്ട സ്ഥലങ്ങളിൽ വെള്ളം എത്തുന്നു. കാര്യം എന്താണ്? കാര്യം നമ്മൾ ഒഴിക്കുന്നത് വേരിലേക്കാണ്. അതേപോലെ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും. ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനം. അവിടെ പറയുന്നു ജ്ഞാത്വം ശാന്തിം രക്ഷതി. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒക്കെ കിട്ടും. എവിടെയും കിട്ടാതിരിക്കുന്നില്ല, എല്ലാവർക്കും കിട്ടിയിരിക്കും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ശാസ്ത്രങ്ങളിൽ. ഈ ഒരു ഭാവത്തോട് കൂടിയിട്ട്, അതായത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട്
അതായത് ലക്ഷ്യത്തോടു കൂടി ഭഗവാന്റെ സന്തോഷം മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ഉദ്ദേശത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ അർജുനോട് പറയുന്ന പോലെ അർജുനോട് ഭഗവാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ അർജുനനോട് പറയുന്നത് പോലെ പറയുന്നു, അർജുനോട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുള്ള ഒരുപാട് ഭക്തരുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഭക്തരെ കാണാം ഈ ഭഗവാൻ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവർ. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് അതിന് അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്നുള്ളത്. ഉദാഹരണത്തിന് ഹനുമാൻജി, ഭക്ത ഹനുമാൻ, ലങ്കയിൽ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു, ലങ്കയിലേക്ക് കൊണ്ടുവന്നു, സീതാദേവിയെ കൊണ്ടുപോകുന്നു. അതിനുശേഷം നമുക്കറിയാം ശ്രീരാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ വാനരസേനയും എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുവാണ് ഇനി എന്ത് ചെയ്യണമെന്നുള്ളത്, എങ്ങനെ ലങ്കയിലേക്ക് എത്താമെന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതായത് സന്ദേശം കൊടുക്കാനുണ്ട്, അവിടെ പോയി കാര്യങ്ങൾ അല്ലേ, സീതാദേവിക്ക് സന്ദേശം കൊടുക്കണം, ഇവിടെ നിന്ന് നമ്മൾ സമയമാകുമ്പോൾ വരും, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരാളെ വിടണം അല്ലേ. ആ വിടാൻ നേരത്തെ പല ആളുകളും മുന്നോട്ട് വരുന്നു, ഒരുപാട് വാനരസേനയിൽ ഒരുപാട് ആളുകൾ വരുന്നു. അതിൽ കുറച്ച് പേര് പറയുന്നു എനിക്ക് 100 യോജന കടലിൽ ചാടുക എന്ന് പറയുന്നത് ചിലവർക്ക് സംഭവ്യമല്ല, സാധിക്കുന്ന കാര്യമല്ല. പലവരും ചിന്തിക്കുന്നു എനിക്ക് പറ്റുമോ, അത് പലവരെയും ട്രൈ ചെയ്യാൻ വേണ്ടി അവിടെ നോക്കുന്നുണ്ട്. പക്ഷേ പലവർക്കും അത് സാധിക്കുന്നില്ല. കാര്യം ഒരുപാട് 100 യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോജന 8 കിലോമീറ്ററാണ്. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ ചാടിപ്പോയി വരാൻ പറ്റുന്നതല്ല. അവസാനം ആരാണ് മുന്നോട്ട് വരുന്നത്? ഹനുമാനാണ് വരുന്നത്. ഹനുമാൻ മുന്നോട്ട് വന്ന് അദ്ദേഹം ആ ഒരു കർത്തവ്യം ചെയ്യുവാൻ വേണ്ടി തയ്യാറാവുന്നു. ആ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ഡ്യൂട്ടിയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പഠിച്ചതും. ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്? ശ്രീരാമചന്ദ്രന് വേണ്ടി. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട ദാസനാണ് ഹനുമാൻ. അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഹനുമാൻ തയ്യാറാണ് അല്ലേ. അതാണ് ഹനുമാൻ ചെയ്യുന്നതും. ഹനുമാൻ അതുകൊണ്ടാണ് മുന്നോട്ട് വരുന്നതും. അങ്ങനെ അദ്ദേഹം വന്ന് ചാടുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ശരീരം വലുതാകുന്നു. അതേപോലെ താഴെ ശക്തി കൊടുത്തുകൊണ്ട് ഒരു വലിയൊരു ചാട്ടമാണ് ചാടുന്നത് കാറ്റിലേക്ക്. അങ്ങനെയാണ് അദ്ദേഹം പറന്നു പോകുന്നത്. അതായത് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ അദ്ദേഹം ആണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്, ചാടി കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവന് വേണ്ടിയിട്ടുള്ള കർത്തവ്യം ചെയ്യുവാണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുവാണ് ചെയ്യുന്നത്, ഡ്യൂട്ടി ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ചാടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? കുറേ ആളുകളുടെ ഇടയിൽ വരുന്നു അല്ലേ. ആരൊക്കെയാണ് വരുന്നത്? ആർക്കെങ്കിലും അറിയോ? ആദ്യം സുരസൊക്കെ പിന്നെ വരുന്നത്. ആദ്യം മൈനക പർവ്വതം ആദ്യം വരുന്നു. മൈനക പർവ്വതം ആക്ച്വലി ഒരുപാട് വർഷങ്ങൾ മുമ്പ് വേറെ യുഗത്തിൽ ഇന്ദ്രദേവൻ ഈ ഒരു മൈനക പർവ്വതത്തെ സ്ഥാപിക്കുന്നുണ്ട്. കാര്യം താഴെയുള്ള ലോകങ്ങളിൽ നിന്ന് അസുരന്മാർ ഭൂമിയിലേക്കും സ്വർഗത്തിലേക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പർവ്വതം കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതാണ് മൈനക പർവ്വതം. ഇത് കടലിനകത്തുണ്ട്. അപ്പോൾ മൈനക പർവ്വതമാണ് ആദ്യം വരുന്നത്. മൈനക പർവ്വതം വന്ന് ആക്ച്വലി കടലിലെ ദേവത പറയുന്നു ഹനുമാൻ വലിയൊരു കാര്യം ചെയ്യുവാണ് ശ്രീരാമചന്ദ്രന് വേണ്ടി. അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ചാടുന്ന സമയത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലം കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരമാണ് മൈനക പർവ്വതം വരുന്നത്. അപ്പോൾ മൈനക പർവ്വതം വന്ന് പറയുന്നു ഹനുമാനോട്, കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യൂ, കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ. എനിക്കറിയാം ഇത് വലിയൊരു ടാസ്ക്കാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട്
കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വേണ്ട, ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പർവ്വതത്തിൻ്റെ മുകളിൽ, ഞാൻ എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്, അതിനുശേഷം വിശ്രമിച്ചിട്ട് പൊക്കോളൂ. ഹനുമാൻ കൈകൊപ്പിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് വിശ്രമിക്കേണ്ട ആവശ്യമില്ല. കാര്യം എൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇപ്പോൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ശ്രീരാമചന്ദ്ര ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യണം, എൻ്റെ കർത്തവ്യമുണ്ട്, അത് ഞാൻ ചെയ്യുകയാണ്, എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ തടസ്സമായിട്ട് വരരുത്. ആ ലക്ഷ്യത്തിലേക്ക് എത്താതെ, ആ ലക്ഷ്യത്തിലേക്ക് എന്താണോ ലക്ഷ്യം അത് അവിടേക്ക് എത്താതെ എനിക്ക് റെസ്റ്റ് ഇല്ല. ഹനുമാൻ പറയുന്നതാണ്. ഇവിടെ എത്ര വലിയ ഫെസിലിറ്റീസ് കൊടുത്താലും ഹനുമാൻ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. കാര്യം അദ്ദേഹം നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യബോധം, അദ്ദേഹത്തിൻ്റെ മാസ്റ്ററായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു ഡ്യൂട്ടി ചെയ്യാൻ. അവിടെ അതിൻ്റെ ഇടയിൽ എന്ത് ഫെസിലിറ്റീസ് കൊടുത്താലും നോ, എനിക്ക് വേണ്ട, ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ ഞാനൊന്നും ഒരു ഫെസിലിറ്റീസും എനിക്ക് വേണ്ട. അതായിരുന്നു അതായിരുന്നു ഹനുമാൻ്റെ ബോധം. അത് ഹനുമാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. എന്നിട്ട് മൈനക പർവ്വതത്തോട് പറയും, ഓക്കെ, നിങ്ങൾ എന്തായാലും വളരെ സ്നേഹത്തോടു കൂടി എനിക്കിവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം തരാമെന്നും എനിക്കിത് ഓഫർ ചെയ്തു, നിങ്ങൾ എന്നെ സഹായിക്കാൻ നോക്കി, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, ഞാനൊന്ന് തൊടാം, നിങ്ങളെ തൊട്ടിട്ട് ഞാൻ പൊക്കോളാം, ഞാൻ ഇരിക്കില്ല. പക്ഷെ ഹനുമാൻ ഒന്ന് പതുക്കെ തൊട്ടു. മൈനക പർവ്വതത്തിന് സന്തോഷമായി. കാര്യം ഒരു ശുദ്ധ ഭക്തൻ വന്ന് അദ്ദേഹത്തിനെ സ്പർശിച്ചുകൊണ്ട് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ആരാണ് വരുന്നത്? പിന്നെ വരുന്നതാണ് സുരസ. നാഥജി പറഞ്ഞ പോലെ സുരസ രാക്ഷസിയാണ്. അവർ എന്താണ് ചെയ്യുന്നത്? ഹനുമാനെ കണ്ട സമയത്ത്, അപ്പോൾ ഈ ഒരു കഥയിൽ വേറൊരു പാഠം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭക്തി മാർഗത്തിൽ ഇത് വേറൊരു ലെസൺ കൂടിയാണ്. നമ്മൾ ഈ ഒരു നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ലെസൺ കൂടെ, എക്സ്ട്രാ അഡീഷണൽ ലെസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭക്തി മാർഗത്തിൽ നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അതിൽ ചില സമയങ്ങളിൽ ഇതേപോലെ ഒരുപാട്, അതായത് മൈനക പർവ്വതം റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ പേര്, പ്രശസ്തി എന്നുള്ളതൊക്കെ. അപ്പോൾ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നു, ഓ ഈ ഭക്തൻ അല്ലെങ്കിൽ ഈ ഭക്ത നല്ല രീതിയിൽ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ പതുക്കെ നമ്മൾക്ക് തോന്നുന്നു ഇതെല്ലാം നമ്മൾ കഴിവ് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പല ഫെസിലിറ്റീസും നമുക്ക് കിട്ടുമായിരിക്കും, പല അപ്രീസിയേഷൻസും, ക്ലാപ്പുകളും, കൈയടിയൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തടസ്സമാണ്. ശരിക്കും നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മളവിടെ ഹനുമാൻ അവിടെ ഇരുന്നെങ്കിൽ എന്താണ്? ഹനുമാൻ ആ ഒരു ഫുൾ ശക്തി എടുത്തിട്ടാണ് ചാടിയിട്ടുള്ളത്. അപ്പോൾ ഇത് അവിടെ ലങ്കയിൽ എത്തുന്നവരെ ആ ഒരു ഫോഴ്സിലാണ് അദ്ദേഹം പോകുന്നത്. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന് റെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അദ്ദേഹം ഇത്രയും ഹാർഡ് വർക്ക് വീണ്ടും ചെയ്യേണ്ടി വരും. പിന്നെ അത് സാധിക്കുമെന്നും അറിയില്ല. ഇപ്പോൾ അദ്ദേഹം അത്രയും ഫോഴ്സിലാണ് ചാടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം അവിടെ പോയി ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ കാര്യം നടക്കില്ല. അതേപോലെയാണ് നമ്മുടെ ഭക്തിമാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ തുടക്കത്തിൽ ഒരുപാട് അപ്രീസിയേഷൻ വരാം, ഒരുപാട് ആളുകൾ നമ്മളെ കൈയടിക്കാം. പക്ഷേ നമ്മളതിൽ വീണ് പോവുകയാണെങ്കിൽ ഭഗവാനെ മറന്നു, ലക്ഷ്യബോധം മറന്നു, ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാനാണ്, ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്, ഭഗവാന്റെ മഹാകൃപ കൊണ്ടാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഒരു പാഠം. ഇനി മുന്നോട്ട് സുരസ വന്നു. സുരസ വരുമ്പോൾ എന്താണ്? സുരസ ഹനുമാനെ കണ്ടപ്പോൾ പറഞ്ഞു, സുരസ പറഞ്ഞു, എൻ്റെ ഒരു ശീലമാണ്, എനിക്ക് എൻ്റെ മുന്നിലൂടെ ആര് പോയാലും ഞാൻ കഴിക്കും, ഞാനത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നു. എന്നിട്ട് സുരസ എന്ത് ചെയ്യുന്നു? സുരസ വലുതാവുന്നു, വായ വലുതാക്കുന്നു. ഹനുമാൻ അതനുസരിച്ച് വലുതാവുന്നു. അപ്പോൾ പറയുന്നു, 1 യോജന, 2 യോജന, 3 യോജന, 4 യോജനയൊക്കെ ആയിട്ട് അങ്ങനെ സുരസ വലുതായിക്കൊണ്ടിരിക്കുന്നു. സുരസയുടെ വായ വലുതായിക്കൊണ്ടിരിക്കുന്നു. ഹനുമാനാണെങ്കിൽ അതനുസരിച്ച് വലുതാവുന്നു.
ഹനുമാൻ പറഞ്ഞു, ആദ്യം പറയും എനിക്ക് സമയമില്ല നിങ്ങളുടെ അടുത്ത് കളിച്ച് നിൽക്കാൻ, എനിക്ക് എൻ്റെ മാസ്റ്റർ പറഞ്ഞ കാര്യം ചെയ്യണം, നിങ്ങളോട് പറഞ്ഞ് സംസാരിച്ച് നിൽക്കാനൊന്നും എൻ്റെ കയ്യിൽ സമയമില്ല, തീരെ സമയമില്ല, എനിക്ക് സമയം പാഴാക്കാനില്ല, ഇത് ഞാൻ വെറുതെ തടസ്സമായിട്ട് വരരുത്. ഞാൻ അവിടെ പോയി തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ വായിലേക്ക് കയറി എവിടേക്ക് വേണമെങ്കിൽ ഞാൻ കയറാം. ഹനുമാൻ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാനൊരു കാര്യത്തിൽ പോകണം, എനിക്ക് ഉടനെ അവിടെ പോയി ഒരു മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, ഞാൻ ഇതിനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വെറുതെ തടസ്സം നിൽക്കരുത്. സുരസ പറഞ്ഞു, ഇതുവരെ ആരും എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം? ഓക്കെ, സുരസ വലുതാവുന്നു, ഹനുമാൻ വലുതാവുന്നു. അങ്ങനെ പറയുന്നത് 800 യോജനയായി സുരസ, 800 യോജനയായിട്ട് സുരസയുടെ വായ തുറക്കുന്നു. ഹനുമാൻ അതേപോലെ തന്നെ വലുതാവുന്നു. ഹനുമാൻ എന്നിട്ട് പെട്ടെന്ന് ചെറുതാവുന്നു. പെട്ടെന്ന് ചെറുതായി സുരസയുടെ വായിൽ കയറി പുറത്തേക്ക് വരുന്നു. അപ്പോൾ സുരസ പറഞ്ഞ കാര്യം ഇതായിരുന്നു, ഇവിടെ ഇതിലൂടെ പോകുന്ന എല്ലാവരും എൻ്റെ വായിലേക്ക് ഞാൻ കൊണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ കയറാറുണ്ട്. എൻ്റെ വായിലേക്ക് കയറാതെ ആരും ഇതുവരെ പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹനുമാൻ അത് ചെയ്തു. ഹനുമാൻ വായിൽ പോയി, അകത്ത് പോയി, പുറത്തേക്ക് വന്നു, ചെറുതായി പോയി. സുരസ ഇത്രയും വലുതായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ചെറുതാവാൻ സുരസയ്ക്ക് സാധിച്ചില്ല, ഹനുമാന് സാധിച്ചു. വലിയ ഹനുമാൻ ഒരു ചെറിയ തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ വന്ന് അകത്ത് പോയി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് സുരസോട് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ഞാൻ നിൻ്റെ വായിലേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങി. സന്തോഷമായോ ചോദിച്ചു. സുരസ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കാര്യം. അത് കേട്ടപ്പോൾ സുരസ ഹനുമാനോട് പറഞ്ഞു, കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ അങ്ങ് ബുദ്ധിശാലിയാണ്, അങ്ങ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ ചെയ്തു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ കഴിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. ഹനുമാനെ കഴിക്കണമെന്നാണ്, ഭക്ഷണമായിട്ട് കഴിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങ് ബുദ്ധിശാലിയാണ്, ഞാൻ ഇനി തടസ്സം നിൽക്കില്ല. അങ്ങയുടെ ആ കർത്തവ്യബോധത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. അതുകൊണ്ട് സുരസ ഹനുമാനെ അനുഗ്രഹിച്ചിട്ട് പറയുന്നു, ധൈര്യമായിട്ട് പൊക്കോളൂ, എൻ്റെ എല്ലാ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ പോയിക്കോളൂ, ലക്ഷ്യത്തിലേക്ക് പൊക്കോളൂ. ഹനുമാൻ പറഞ്ഞു, ശരി, താങ്ക് യു എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആൾ വരുന്നു. അതാരാണ്? ആർക്കെങ്കിലും അറിയും? ആരാ? ലങ്കാലക്ഷ്മി. സമുദ്രദേവത. സമുദ്രദേവത. ഓക്കെ. അങ്ങനെ പല സ്ഥലങ്ങളിലും പലതും പറയുന്നുണ്ട്. വേറൊരു രാക്ഷസിയും കൂടെ വരുന്നുണ്ട് ഇടയിൽ. സിംഹിക. സുരസയല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ സുരസയെ കുറിച്ചല്ലേ ഇത്രയും നേരം? സിംഹിക. പ്രഭുജി നിഴലായിട്ട് വരുന്നേ. അതന്നെ, സിംഹികയാണ് അടുത്തതായിട്ട് വരുന്നത്. നിഴലായിട്ട്, അതിജി പറഞ്ഞു, നിഴലായിട്ട്, ഒരു നിഴൽ പോലെ, അതായത് ഷാഡോ. അപ്പോൾ ആരെങ്കിലും പറന്നു പോവുകയാണെങ്കിൽ, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നിഴലിനെ വലിക്കാനുള്ള കഴിവുണ്ട് അവർക്ക്. രാക്ഷസിയാണ്. സിംഹിക വന്ന് ഹനുമാൻ പറന്നു പോകുമ്പോൾ ഹനുമാൻ്റെ നിഴലിനെ വലിക്കും. അപ്പോൾ അത് ഹനുമാൻ പോകുന്ന ഡയറക്ഷനിലേക്ക് ഹനുമാന് പറക്കാൻ പറ്റുന്നില്ല, ആരോ പിടിച്ച് വലിക്കുന്ന പോലെ സിംഹിക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിംഹികയോട് ചോദിക്കുക, എന്ത് പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശം? സിംഹിക പറഞ്ഞു, എൻ്റെ ഉദ്ദേശം നിങ്ങളെ കഴിക്കുക എന്നുള്ളതാണ്. ഹനുമാൻ പറഞ്ഞു, നടക്കുന്ന കാര്യമല്ല, എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യാനുണ്ട്, എന്നെ വെറുതെ സമയമില്ല എനിക്ക് പാഴാക്കാൻ, തടസ്സം നിൽക്കരുത്. അവിടെയും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ സിംഹികയും വലുതാവുന്നു, ഹനുമാൻ വലുതാവുന്നു. അവസാനം ഹനുമാൻ ചെറുതായിട്ട് സിംഹികയുടെ വായ്ക്കകത്ത് കയറി സിംഹികയുടെ വായുടെ അകത്ത് പോയി വേറെ ശരീരത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് വന്ന് പുറത്തേക്ക് വരുന്നു. ആക്ച്വലി സിംഹിക അതോടുകൂടി മരിക്കുന്നു. സിംഹം മരിക്കുന്നു, സിംഹം അവിടെ വീഴുന്നു. ഹനുമാൻ്റെ ചാട്ടം നിന്നിട്ടില്ല, അതേ ഫോഴ്സിൽ തന്നെയാണ് നടക്കുന്നത്. ഹനുമാൻ വലുതായി, പിന്നെ വീണ്ടും ചെറുതായി, സിംഹയുടെ വായിൽ പോയി വായ്ക്കകത്തുകൂടെ കയറി അപ്പുറത്തുകൂടെ പുറത്തേക്ക് വന്നു. അതോടുകൂടി സിംഹികയുടെ കഥ കഴിഞ്ഞു. അങ്ങനെ ഇതുപോലെ ഒരുപാട് ഉണ്ട്, നമുക്ക് സമയമില്ല. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തി അവിടെ പോയി ചെയ്യേണ്ടതായിട്ടുള്ള മെസ്സേജ് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഹനുമാൻ. സോ ഇതിൽ നിന്ന്, ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? നമ്മൾ ഇന്ന് പഠിച്ച ശ്ലോകമായിട്ട് കണക്ഷൻ നോക്കുകയാണെങ്കിൽ, ഡ്യൂട്ടി,
എന്താണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു, അത് ചെയ്യുവാൻ മുന്നോട്ട് ഒരു മടി കൂടാതെ, വിഗതജ്വര ഇല്ലാതെ, മടിയില്ലാതെ, നിശ്ചയദാർഢ്യത്തോടു കൂടി. അതിൻ്റെ ഇടയിൽ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്. ആ തടസ്സങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ഒരു തടസ്സങ്ങളും അദ്ദേഹം, അതായത് അതിൽ ചില തടസ്സങ്ങൾ ചിലപ്പോൾ നമ്മളെ അതായത് നമുക്ക് സുഖം തരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അത് തടസ്സമാണ് ശരിക്കും. കാര്യം ഹനുമാൻ മൈനക പർവ്വതത്തിന് മുമ്പിൽ ഇരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ആ ഒരു സുഖങ്ങൾ സൗകര്യങ്ങൾ പോലും സ്വീകരിച്ചില്ല. പിന്നെ സുരസയും സിംഹികയും തടസ്സമായിട്ട് വരുന്നു, നെഗറ്റീവായിട്ട് വരുന്നു. ഇത് മറ്റേ മൈനക പോസിറ്റീവ് രീതിയിലാണ് സഹായിക്കാൻ നോക്കിയത്. പക്ഷെ അതുപോലും ഹനുമാൻ സ്വീകരിച്ചില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ലക്ഷ്യമായിരുന്നു, അതിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പറയുന്നതനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ആഗ്രഹിക്കുന്നതനുസരിച്ചിട്ടുള്ള കാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഹനുമാൻ ഇതിനുള്ളൊരു നല്ലൊരു ഈ ഒരു ചെറിയ കഥ നല്ലൊരു എക്സാമ്പിളാണ് നമുക്ക്. അപ്പോൾ അതിൽ നിന്ന് എന്ത് സന്തോഷമാണ് ഹനുമാന് കിട്ടിയിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാര്യം ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തു. അതാണ് ഒരു സേവകൻ്റെ സന്തോഷം. ആ ഡ്യൂട്ടി ചെയ്യുക, എൻ്റെ മാസ്റ്ററിനെ സന്തോഷിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഹനുമാനുള്ള ഹൃദയത്തിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ മാസ്റ്ററിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് കിട്ടും തീർച്ചയായിട്ടും. നേരെ മറിച്ച് ഇടയിൽ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുക? ഒന്നുമില്ല. അപ്പോൾ അതാണ്, ഭഗവാന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ, ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. കൂട്ടത്തിൽ നമുക്ക് മുതൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്നു. അതൊരു കാര്യം, അത് ഒരു പാഠമാണ് നമുക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാർഗത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവ് രീതിയിലും, രണ്ട് രീതിയിലും വരാം. ഇതിൽ രണ്ടിലും നമ്മൾ വിടാതെ മുന്നോട്ട് പോകണം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യമാണ് പ്രാധാന്യം, ലക്ഷ്യമാണ് ഇമ്പോർട്ടൻറ്റ്. ആ ലക്ഷ്യത്തെ നമ്മൾ മറന്നുകൊണ്ടായിരിക്കരുത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല രീതിയിലൂടെ മായ നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഇത് ഉറപ്പാണ്. മായ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന രീതികൾ നമുക്ക് പറയാൻ സാധിക്കില്ല. പല രീതിയിലൂടെ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ നോക്കും. അതിലൊന്നും നമ്മൾ വീഴാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. സോ ഇതെല്ലാം നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് ഓർക്കാം, പഠിക്കാം. അപ്പം അതുകൊണ്ട് അർജുനോട് പറയുന്നു, യുദ്ധം ചെയ്യൂ. നമ്മളോട് ഭഗവാൻ പറയുന്നു, ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾ ഓരോരുത്തരുടെ കർത്തവ്യങ്ങൾ നിങ്ങൾ മടി കൂടാതെ എനിക്ക് സമർപ്പിച്ചുകൊണ്ട് അതിൽ ഉടമസ്ഥാവകാശം എടുക്കാതെ എന്നെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് ചെയ്യൂ. ബാക്കി ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടത്, അത് ഞാൻ നടത്തിത്തരും എന്നുള്ള ഉറപ്പ് ഭഗവാൻ നമുക്ക് തരുന്നു. സോ നമുക്കുള്ള പാഠമാണ്. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അപ്പോൾ ഇന്ന് പഠിച്ച ശ്ലോകം 3-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം. മയി സർവാണി കർമാണി സന്യാസാധ്യാത്മചേതസ നിരാശിർ നിർമ്മമോ ഭൂത്വാ യുദ്ധ്യസ്വ വിഗതാജ്വര. താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. श्रील गुरुदेव की जय. श्रीमद् भगवद गीता की जय. सचिनंदन श्री गौर हरि की जय. निताय गौर. थैंक यू. हरे कृष्ण. हरे कृष्ण प्रभु जी, प्रणाम. हरे कृष्ण।